വെൽക്കം ടു ക്യാമ്പസ് വൈസ്. മെഡിക്കൽ മേഖലയിലെ അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ സ്ട്രക്ചർ മെഡിക്കൽ ഇമേജിംഗ് യൂസ് ചെയ്ത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ MRI സ്കാനിങ് മെഷീൻ, CT സ്കാനിങ് മെഷീൻ, അൾട്രാസൗണ്ട് തുടങ്ങിയ സ്കാനിങ് മെഷീൻസിലൂടെയൊക്കെ ഒരു ഹ്യൂമൻ ബോഡിയെ കടത്തിവിട്ട് അതിൻ്റെ ഇമേജ് എടുക്കലാണ് ഇതിൽ പ്രധാനമായി പഠിപ്പിക്കുന്നത്. 4 വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 4 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ക്ലാസ്സും 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പുമാണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്ട്സും പഠിച്ച സ്റ്റുഡൻസിനാണ് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. ഡിപ്ലോമ കോഴ്സസ് ആണെങ്കിൽ +2-ൽ ഏത് സ്ട്രീം പഠിച്ച സ്റ്റുഡൻസിനും പഠിക്കാൻ സാധിക്കും. ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് ആണെന്നുള്ളത്. അതിൻ്റെ റീസൺ, നമ്മൾ ആരാണെങ്കിലും നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ഡയഗ്നോസ് ചെയ്യാതെ ഡോക്ടേഴ്സിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അതിപ്പം ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പം ഹോസ്പിറ്റൽസ്, ഒട്ടുമിക്ക ഹോസ്പിറ്റൽസിലെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് പ്രൈവറ്റ് സ്കാനിങ് സെൻറ്റേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ തന്നെ ഉണ്ട്. ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും അത്രത്തോളം ബ്രോഡാണ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ്, ഈ റേഡിയോളജിയും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും സെയിം കോഴ്സ് ആണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് റേഡിയോളജി എന്ന് പറയുമ്പം റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും വരുന്നുണ്ട്, റേഡിയോ തെറാപ്പി എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടി അതിൽ വരുന്നുണ്ട്. റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ്റേ, MRI സ്കാൻ, CT സ്കാൻ, അതുപോലെ ഈ സ്കാനിങ് മെഷീനിലൂടെ ഹ്യൂമൻ ബോഡിയെ കടത്തിവിട്ട് ഇമേജിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന കോഴ്സാണ് റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ആ ടോപ്പിക്സ് അതിൽ വരുന്നത്. ഇനി റേഡിയോ തെറാപ്പി എന്ന് പറയുമ്പം നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കീമോതെറാപ്പി ഒക്കെ ചെയ്യത്തില്ലേ, അപ്പം അതുപോലെ ഈ തെറാപ്പിയുടെ ടോപ്പിക്സ് ആണ് റേഡിയോ തെറാപ്പിയിൽ വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ചേരുന്നതാണ് റേഡിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ്. നമ്മുടെ കേരളത്തിൽ റേഡിയോളജി, BSc റേഡിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ പുറത്ത് പല സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ഈ കോഴ്സ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നും റേഡിയോ തെറാപ്പി എന്നും പറഞ്ഞ് 2 കോഴ്സുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് റേഡിയോളജി എന്ന് പറഞ്ഞ ഒറ്റ കോഴ്സായിട്ടില്ല. അപ്പം മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് വെച്ചാൽ റേഡിയോഗ്രാഫി സെയിം കോഴ്സ് തന്നെയാണ്. നമ്മുടെ ഈ എക്സ്റേ, സ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നത്. റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത് തെറാപ്പിയുടെ പോർഷൻസാണ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും 2 കോഴ്സായിട്ടാണ് അവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം റേഡിയോളജിയും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും സെയിം അല്ല. ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും ഈ റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടോപ്പിക് കൂടി വരുമ്പോഴാണ് അതിനെ റേഡിയോളജി എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് റേഡിയോഗ്രാഫിയുടെ പോർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ കോർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫിസിക്സ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ്, റേഡിയോഗ്രാഫിക് ടെക്നിക്സ് ആൻഡ് ഇമേജിംഗ് മൊഡാലിറ്റി, റേഡിയോളജി ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി, ഇമേജിംഗ് എക്യുപ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, പേഷ്യന്റ് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോളജിക്കൽ ഫിസിക്സ് ആൻഡ് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എത്തിക്സ് ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയുമാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ കോർ സബ്ജക്ട്സ് വരുന്നത്. പിന്നെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറയുമ്പം തിയറിക്കൊപ്പം തന്നെ പ്രാക്ടിക്കലിനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണിത്. ഇത് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പം നമുക്ക് ഈ സ്കാനിങ് മെഷീൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പം ഒരു കോളേജ്, വെറുതെ ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലുള്ള, അതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ ഒക്കെ ഉള്ള ഒരു കോളേജുകൾ മാത്രമേ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാവുള്ളൂ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു എക്സ്റേ, സ്കാനിങ് മെഷീൻസ്, MRI ഇതൊന്നും അല്ലാതെ ഒരുപാട് ലേറ്റസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഈ മേഖലയിലുണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരു നല്ല കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം
പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കേണ്ട ഒരു മെഡിക്കൽ കോഴ്സാണിത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഉള്ള ഒരു കോളേജ് ഇതിന് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാവൂ. അതായത് ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവിടെ പേഷ്യൻസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ആണോ, കേസസ് ഒക്കെ ഒരുപാട് വരുന്നതാണോ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തുക. പിന്നെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് LBSന്റെ അണ്ടറിലാണ് കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്. അതായത് നിങ്ങളിപ്പം +2 ശേഷം LBSന്റെ അണ്ടറിൽ നിങ്ങളുടെ മാർക്ക് കാർഡൊക്കെ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കോളേജുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ സീറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പം അത്യാവശ്യം +2 നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ കോൺഫിഡൻസ് ഉള്ള പിള്ളേർ മാത്രം കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അല്ലാത്ത കുട്ടികൾ ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ കേരളത്തിന് പുറത്തേക്കാണെങ്കിലും പോയി നല്ല നല്ല കോളേജുകളോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല നല്ല ഹോസ്പിറ്റൽസ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല നല്ല കോളേജ് ചൂസ് ചെയ്ത് മാനേജ്മെൻറ്റ് സീറ്റ് എടുത്ത് പഠിക്കാം. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊക്കെയുള്ള നല്ല ഓപ്ഷൻസും നമുക്ക് ഫില്ലായിപ്പോവും, കേരളത്തിലും കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് 90% എബോവ് ഒക്കെ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്റ്റുഡൻസ്, റിസർവേഷൻ ഒന്നും ഇല്ലാത്ത 90% എബോവ് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്റ്റുഡൻസ് മാത്രം നമ്മുടെ കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ കോഴ്സിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിനുള്ളിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ നേഴ്സുമാരെ പോലെ തന്നെ ഇഷ്ടം പോലെ ജോബ് വേക്കൻസീസ് ഈ റേഡിയോളജി അല്ലെങ്കിൽ MIT കോഴ്സ് പഠിച്ച സ്റ്റുഡൻസിനും ഉണ്ട്. അതുകൊണ്ട് ജോബ് വേക്കൻസിയുടെ കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. നല്ല ഹയർ സാലറി ഓപ്ഷനുള്ള ജോബ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഹോസ്പിറ്റൽസ് മാത്രമല്ല ജോലി കിട്ടുന്നത്, നമ്മുടെ ഈ മിഷനറീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സ്കാനിങ് മിഷനറീസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടല്ലോ, അവിടെയും ഈ കോഴ്സ് പഠിച്ച സ്റ്റുഡൻസിന് ജോബ് വേക്കൻസീസ് ഉണ്ട്. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ജോബ് റോൾസ് എന്ന് പറയുമ്പം MRI സ്കാൻ ടെക്നീഷ്യൻ, CT സ്കാൻ ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, സോണോഗ്രാഫർ, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, PET സ്കാൻ ടെക്നീഷ്യൻ, റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ, മെഡിക്കൽ ഇമേജിംഗ് എക്യുപ്മെന്റ് മെയിൻ്റനൻസ് സ്പെഷ്യലിസ്റ്റ്, മെഡിക്കൽ ഇമേജിംഗ് ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യൻ തുടങ്ങിയ ജോബ് റോൾസ് ലഭിക്കും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മാസ്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനും ചൂസ് ചെയ്യാൻ സാധിക്കും. ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കരിയർ എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരികയും അതുപോലെ ഇത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.